ഹായ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. വെള്ളം മൊത്തം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 കപ്പ് പച്ചരി നമ്മൾക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നിച്ച് അരച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുക, അല്ലെങ്കിൽ പകുതി പകുതിയായിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അര കപ്പ് വെള്ളം നമുക്ക് പോരതിൽക്ക്, അതുകൊണ്ടിട്ട് തന്നെ വേറൊരു അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കണം. ഒട്ടും തരികളില്ലാത്ത രൂപത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുള്ളത്. ഒട്ടും തരികളൊന്നും ഇല്ലാത്ത രൂപത്തിലാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ ഒരു സ്റ്റീൽ കുടുക്കയിലേക്കാണ് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അര കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ആ ഒരു ചോറ് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു കപ്പ് തേങ്ങ, 1.5 കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് എടുക്കുന്നത്. ആദ്യം ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു അര കപ്പ് തേങ്ങയും അതുപോലെ തന്നെ ഒരു അര കപ്പ് വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. തേങ്ങ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ ഒരു ബ്രൗൺ കളറൊന്നും ആവാതെ നല്ലൊരു വൈറ്റ് കളറുള്ള തേങ്ങ മാത്രം എടുത്തിട്ട് അരച്ചെടുക്കുക. എന്നെങ്കിലാണ് നമ്മുടെ ഈ ഒരു മാവിന് നല്ല വൈറ്റ് കളർ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ അരച്ചെടുത്തത് ഈ ഒരു കുടുക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക. ഒരു 5-6 മിനിറ്റ് നമുക്കിതുപോലെ അടിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് തന്നെ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉലുവ നല്ല വൃത്തിയുള്ളൊരു ക്ലോത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കെട്ടിയിട്ടെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്കൊരു ഉലുവ ഈ ഒരു മാവിലേക്ക് ഒന്ന് മുക്കി വെക്കാനുള്ളതാണ്. അപ്പോൾ പുറത്ത് പോകാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഒരു മാവിലേക്ക് ഈ ഒരു ഉലുവ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് രാത്രിയിലാണ്. പിറ്റേന്ന് രാവിലെയാണ് നമുക്കിത് ഉണ്ടാക്കിയിട്ട് എടുക്കാനുള്ളത്. അത്രയും ടൈം നമുക്ക് ഈ ഉലുവ ഇതിലിടണ്ട. ഒരു 5-6 മണിക്കൂർ ഇട്ടതിന് ശേഷം അതിൽ നിന്ന് ഇതൊന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ ഈ ഒരു ഉലുവ എന്തിനാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ഉണ്ടാവും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉലുവ ചേർത്തെടുക്കുന്നത്. അപ്പോൾ രാവിലെ ഞാൻ ഇതൊന്ന് എടുത്ത് നോക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. വല്ലാണ്ട് മിക്സ് ആക്കണ്ട, മെല്ലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കുക. ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാനിതുപോലെ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാന് നന്നായിട്ട് ചൂടാവണം. അപ്പോൾ നമ്മൾ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു തീ ഏറ്റവും ലോയിലേക്ക് മാറ്റണം. എന്നിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാനിതൊന്ന് മൂടി വെക്കുന്നുണ്ട്. വേഗത്തിൽ തന്നെ നമുക്ക് ഈ ഒരു പാലപ്പം ഒന്ന് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ അതാ ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാനിൽ നിന്നും ഒന്ന് എടുത്ത് മാറ്റാം. നല്ല സോഫ്റ്റ് ആയത് കൊണ്ടിട്ട് തന്നെ നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ട് സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് റെഡി ആക്കിയിട്ട് ഒന്ന് എടുത്ത് കൊടുക്കുക. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും ഉള്ളിലൊക്കെ നല്ല ആരെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. അപ്പോൾ ഞാനിതാ എടുക്കുന്നത് മൊത്തത്തിൽ ഇതുപോലെ ഒരു കാസറോളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു കാസറോൾക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു അപ്പം കഴിക്കുന്ന സമയത്തും ആ നല്ലൊരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെടാതെ അത് അവിടെ തന്നെ നിന്നോളും. എന്നിട്ട് അതുപോലെ തന്നെ ബാക്കി കൂടി ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പാലപ്പത്തിലേക്ക് ഏതൊരു കറിയും കോമ്പിനേഷനാണ്. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിലുണ്ടാവുക മുട്ടക്കറിയാണ്. അപ്പോൾ കറി ഉണ്ടാക്കുന്നതിൻ്റെ ഒന്നും റെസിപ്പി ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ എല്ലാതും ഞാനിതുപോലെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ കാസറോളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാലപ്പാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാ, ബൈ.